അതെന്താടോ നിങ്ങളെയൊന്നും വിളിക്കുന്നില്ലാന്ന് പറഞ്ഞു. Good afternoon. Good afternoon, ma'am. Good afternoon. Yes. Prayer start ആക്കട്ടെ ma'am. Prayer പാടൂ. Everything I am, everything I will be, I give it to you, Lord, and do it thankfully. Every song I sing, every praise I bring, everything I do is a gift to you. Everything I have, all you have given me, I give it to you, Lord, and do it thankfully. Thank you, ma'am. Okay. Thought of the day. Thought ആരാണ്? ഇന്നത്തെ തോട്ട് ഓഫ് ദ ഡേ ആരും വന്നിട്ടില്ലേ? പറഞ്ഞിട്ടില്ല. ജിഷ അല്ലേ? ജിഷ അനില് അറിയത്തില്ല. ജിഷ അനില. ക്ലാസ്സിൽ കേറിയിട്ടില്ല തോന്നുന്നു. പക്ഷെ എന്നോട് വരട്ടെ കേട്ടാ. മിസ്സേ, അപ്പൊ സൈൻ ഇൻ ചെയ്യാൻ പറ്റുമോ? സൈൻ ഇൻ ചെയ്തോളൂ. Okay. Hi friends, I'm Divya. Today I'm going to sign in with a moral story. Let's start the story, okay? The Fox and the Cat. A cat and a fox were good friends. One day they argued as to who was smarter. The fox boasted, I know many tricks. I can jump, I can dance, I can stand on my two legs, I can swing on my one leg, etc. The cat knew only one trick, that is, climb upon a tree. While they were arguing, they heard a gun shoot and the sound of thunder. The cat suddenly climbed upon the tree nearby, and while the fox tried all his tricks, but none of them worked, and the hunter soon caught him. The moral of the story is know your capability. Don't boast beyond that. കഥ മനസ്സിലായോ? മലയാളത്തിൽ പറയണോ? പറഞ്ഞോളൂ. ഓക്കെ. കഥയുടെ പേര് ഒരു പൂച്ചയും ഒരു കുറുക്കനും. ഒരു പൂച്ചയും കുറുക്കനും നല്ല കൂട്ടുകാരായിരുന്നു. ഒരു ദിവസം അവര് രണ്ടുപേരും തമ്മിൽ ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ് കൂടുതൽ എന്താ പറയുക സ്മാർട്ടർ, ആരാണ് ഒന്നിനേക്കാളും മെച്ചം എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുറുക്കൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ കുറേ ട്രിക്സുകൾ ഉണ്ട്. എനിക്ക് ജമ്പ് ചെയ്യാൻ പറ്റും, എനിക്ക് ഡാൻസ് ചെയ്യാൻ പറ്റും, എനിക്ക് രണ്ട് കാലിൽ നിൽക്കാൻ പറ്റും, എനിക്ക് ഒരു കാലും കൊണ്ട് തൂങ്ങി നിൽക്കാൻ പറ്റും. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പോ ഈ പൂച്ചയ്ക്ക് ഒരു കാര്യം മാത്രമേ അറിയുള്ളൂ. ഒന്ന്, മരത്തിന്റെ മുകളിൽ പെട്ടെന്ന് അങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട് മാത്രമേ അറിയുള്ളൂ. അപ്പോ ഒരു സൗണ്ട് കേട്ടു.
എന്താണെന്ന് വെച്ചാൽ തോക്കി മനസ്സിലാക്കി. ഈ സമയം കൊണ്ട് പൂച്ച നേരെ മരത്തിന്റെ മുകളിൽ കയറി. ഈ സമയം നമ്മുടെ ഫോക്സ് വന്നിട്ട്, നമ്മുടെ കുറുക്കൻ വന്നിട്ട് അവനറിയാവുന്ന എല്ലാ ട്രിക്കുകളും ഇങ്ങനെ ചെയ്തോണ്ടേയിരിക്കണം. അവനറിയാവുന്ന എല്ലാ ട്രിക്കുകളും ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കണം. പക്ഷെ ഒന്നും വർക്കാവുന്നില്ല. ഈ സമയം കൊണ്ട് വേട്ടക്കാരൻ അവനെ പിടിച്ചു. അപ്പൊ ഇതിന്റെ ഗുണപാഠം എന്താന്ന് വെച്ച് പറഞ്ഞാൽ, നമ്മുടെ കഴിവ് നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ അത് നമ്മൾ പറഞ്ഞ് അത് പൊങ്ങച്ചം കാണിച്ചു എന്ന് വെച്ച് പറഞ്ഞാൽ ഓരോ അബദ്ധങ്ങളിൽ പോയി ചാടും. അത്രേ ഉള്ളൂ കഥ. താങ്ക് യു. തോട്ടിന്റെ ആള് തോട്ട് ഓഫ് ദ ഡേ പറയാനുള്ള ആള് വന്നെങ്കിൽ പറഞ്ഞോളൂ. ആരെങ്കിലും വന്നിട്ടുണ്ടോ? Okay, good afternoon, Miss. Good afternoon. കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ. Okay. Dear teacher, friends, today I am sharing one of my thought with you. Try to live up to the ideal. We must always renew our thoughts. Only new thoughts can survive the times. In the short journey between life and death, we must be able to live. We must be able to leave at least a sign that we lived here. For that, we must dedicate ourselves in your field of work. നമ്മുടെ ചിന്തകളെ എപ്പോഴും നമ്മൾ നവീകരിച്ചുകൊണ്ടേയിരിക്കണം എന്നതാണ്. കാലത്തെ അതിജീവിക്കണമെങ്കിൽ നമുക്ക് പുതിയ ചിന്തകളെ ഉൾക്കൊള്ളുകയും പുതിയ കാഴ്ചപ്പാടുകൾ ഉണ്ടാവുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ ഈ കാലത്തെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള ചെറിയൊരു നേരം മാത്രമാണ് നമ്മളിപ്പോൾ മുന്നോട്ട് നയിക്കുന്നത്. ജീവിച്ചിരിക്കുന്ന കാലത്തിൽ നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പ്രശസ്ത കവി പി രാമൻ പറയുന്ന പോലെ, ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മളിവിടെ ഉണ്ടായിരുന്നു എന്ന് അറിയിക്കാൻ ഒരു ചെറിയ തൂവൽ പൊഴിച്ചിട്ടിട്ട് പോകണമെന്നാണ്. അതുപോലെ തന്നെയാണ് നമ്മളിവിടെ ജീവിച്ചു എന്നറിയാൻ നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു അടയാളം അവശേഷിപ്പിക്കണം എന്നുള്ളത് എല്ലാവരുടെയും ഒരു കർത്തവ്യം കൂടിയാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ കർമ്മപഥത്തില് നമുക്ക് വളരെ സജീവമായും അതോടൊപ്പം തന്നെ ആത്മസമർപ്പണത്തോടെയും മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ എല്ലാവരും അധ്യാപകരാകണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നവരായതുകൊണ്ട് തന്നെ ഭാവി തലമുറ നമ്മുടെ കൈകളിലാണ്. നല്ലൊരു ഭാവി അല്ലെങ്കിൽ പ്രതിഭാസമ്പന്നരായിട്ടുള്ള ഒരുപാട് പേരെ ഭാവി തലമുറയ്ക്ക് വാർത്തെടുക്കുവാൻ നമുക്ക് സാധിക്കും. അത് തന്നെയാണ് നമ്മുടെ അടയാളപ്പെടുത്തലും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുകയാണ്. ഞാൻ കുറച്ച് ലേറ്റായി, എനിക്ക് നെറ്റ്വർക്കിന്റെ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് കയറാൻ പറ്റിയില്ല. ഓക്കെ, താങ്ക് യു. Good afternoon, Miss. Good afternoon, Miss. Okay. റോൾ ഓഫ് ഇമോഷൻസ് പറഞ്ഞുകൊണ്ടിരുന്നു അല്ലെ? ഏതൊക്കെ പറഞ്ഞത്? ആങ്കർ വരെ എത്തി. ആങ്കർ കംപ്ലീറ്റ് ചെയ്ത് പറഞ്ഞോ? ആങ്കറാ പറഞ്ഞത് ലാസ്റ്റ്. ആങ്കർ കംപ്ലീറ്റ് ചെയ്തോ? ക്ലിയർ ആക്കി കുറച്ചുകൂടി പറയണം ആങ്കർ. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ലെവൽ ഇൻട്രസ്റ്റിനനുസരിച്ചുള്ള പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്താമെന്നുള്ളത് പറഞ്ഞു അല്ലെ? പറഞ്ഞിരുന്നല്ലോ. Planning lessons should consider children interest, span of attention and ability level in order to avoid resistance. Firm but impartial teachers do a better job. Discrimination is resisted mostly by children as adults. Both teachers and parents can help the child in developing healthy and philosophy of life by providing them with knowledge of different ideas and values. Value system throws useful discussions and readings of problems that are raised by him
ഓക്കെ, സെക്കൻഡ് പേജ് തുടങ്ങിയാണ് പറയാം. ഇവിടെ നോക്കി നോക്കുക കേട്ടോ. കുട്ടികളിൽ എപ്പോഴാണ് ഡിസ്ക്രിമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഡിസ്ക്രിമിനേഷൻ തോന്നുന്നത് എപ്പോഴാണ്? ഡിസ്ക്രിമിനേറ്റീവ് ഫീലിങ്സ് എപ്പോഴാണ് കുട്ടികളിൽ ഫീൽ ചെയ്യുന്നത്? എപ്പോഴാണ്? പേരൻസ് വഴക്ക് പറയുമ്പോൾ അവർക്ക് നെഗറ്റീവ് ഫീൽ ചെയ്യും. ഓക്കെ, പാരന്റ്സും അതുപോലെ തന്നെ എന്താണ് പ്രത്യേകിച്ച് ആ ഒരു അഡൽട്സ് ടൈമിലായിരിക്കും ഏറ്റവും കൂടുതൽ കുട്ടികളിൽ ആ ദേഷ്യം ഉണ്ടാവുന്നത് അല്ലെ? പാരന്റ്സും അതുപോലെ തന്നെ ടീച്ചേഴ്സും വഴക്ക് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിസ്ക്രിമിനേറ്റീവ് ആയിട്ട് അല്ലെ, അല്ലെങ്കിൽ എന്താണ് കമ്പാരിസൺ ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്താണ്, അല്ലെങ്കിൽ ചിലപ്പോ ബോഡി ഷേവിങ് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്താണ് കുട്ടികൾക്ക് ഇറിറ്റേഷൻസ് കൊടുക്കാറുണ്ട് അല്ലെ? അപ്പൊ അതുപോലും അവർക്ക് എന്താ അവരുടെ ആങ്കർ രൂപപ്പെടാറുണ്ട്. Both teachers and parents help the child developing healthy philosophy of life, providing them with knowledge. എന്താണ് അധ്യാപകര് ബോത്ത് ടീച്ചേഴ്സ് ആൻഡ് പാരന്റ്സിനും എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. എന്തിനു വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും? ഡെവലപ്പിംഗ് എ ഹെൽത്തി ഫിലോസഫി ഓഫ് ലൈഫ്. ജീവിതത്തിൽ ഒരു നല്ല രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ, നല്ല ഹെൽത്തി ഫിലോസഫി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെൽത്തി ഫിലോസഫി ആരോഗ്യപരമായ എന്താണ് അവരുടെ കഴിവുകളും താല്പര്യങ്ങളും ഒക്കെ കണ്ടറിഞ്ഞ് അവരെ അവരുടെ ലൈഫിൽ ഒരു അർത്ഥമുള്ള ഒരു ജീവിതം പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് പാരന്റ്സിനും ടീച്ചേഴ്സിനും ഒരേപോലെ തന്നെ സാധിക്കും അല്ലെ? അതുപോലെ തന്നെ എന്താണ് പ്രൊവൈഡ് ദം വിത്ത് നോളജ് ഓഫ് ഡിഫറെന്റ് ഐഡിയാസ് ആൻഡ് വാല്യൂ സിസ്റ്റംസ്. അവർക്ക് ആവശ്യത്തിനുള്ള നോളജുകളും അറിവുകളും അതുപോലെ തന്നെ എന്താണ് മൂല്യവത്തായിട്ടുള്ള കാര്യങ്ങൾ, മൂല്യവത്തായിട്ടുള്ള ഡിസ്കഷൻസ്. അതായത് മൂല്യവത്തായ എന്ന് വെച്ചാൽ എന്താണ് വാല്യൂസ് അടങ്ങിയിട്ടുള്ള ചിലപ്പോ എന്താണ് കുറച്ച് കാര്യങ്ങള്, അതായത് നല്ല ആശയങ്ങളും അതുപോലെ തന്നെ എന്താണ് മൂല്യവത്തായിട്ടുള്ള വാക്കുകളും ചിന്താ പ്രവൃത്തികളും ഒക്കെ അവരുടെ ആ ഒരു ചിന്താഗതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് അധ്യാപകർക്കും ടീച്ചേഴ്സിനും പാരന്റ്സിനും ഒരേപോലെ തന്നെ സാധിക്കുന്നതാണ്. ആൻഡ് റീഡിങ് ഓൺ പ്രോബ്ലംസ് ദാറ്റ് ആർ റേസ്ഡ് ബൈ ഹിം. എന്താണ് അപ്പൊ അവർക്കായിട്ട് എതിരെ വരുന്ന പ്രോബ്ലംസ് അല്ലെ, അതൊക്കെ തിരസ്കരിക്കാനായിട്ട് അവരിലെ നല്ലൊരു ആശയങ്ങളൊക്കെ അധ്യാപകരും പാരന്റ്സും ചിട്ടപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ എന്താണ് ഒരു പരിധി വരെ അവർക്ക് അതിൽ നിന്നൊക്കെ രക്ഷ നേടാനായിട്ട് സാധിക്കും. മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടാനുള്ള ഒരു കപ്പാസിറ്റി കുട്ടികളിൽ ഉണ്ടായിരിക്കും. എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് നല്ല നോളജ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക, നല്ല ഐഡിയാസ്, നല്ല തോട്ട്ഫുൾ ആയിട്ടുള്ള വാല്യൂസ് ഉള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അത്തരം കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ എന്താണ് അവരുടെ ലൈഫ് സ്റ്റൈലിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും. Both must help the child develop healthy peer-age relationships and friendships. പിന്നെന്താണ് കുട്ടികളെ സഹായിക്കുന്ന മറ്റൊരു വിഭാഗമാണ് എന്ത്? പിയർ റിലേഷൻഷിപ്സും ഫ്രണ്ട്സും. പിയർ ഏജ് റിലേഷൻഷിപ്സ് ആരാണ്? പിയർ ഏജ് റിലേഷൻഷിപ്സ് സമപ്രായക്കാരായിട്ടുള്ള ആ ഒരു ബന്ധങ്ങൾ അല്ലെ, ഒരേ ഏജ് കാറ്റഗറിയിലുള്ള കുട്ടികള്. അതുപോലെ തന്നെ എന്താണ് കൂട്ടുകാരൻ. അവർ തമ്മിൽ എന്താണ് നല്ല രീതിയിലൊരു ബന്ധമാണെങ്കിൽ എന്തായിരിക്കും? നല്ല രീതിയിലുള്ള ബന്ധങ്ങളും സൗഹാർദ്ദവും ഒക്കെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞാൽ തന്നെ എന്താണ് കുട്ടികൾ എന്ത് സംഭവിക്കുന്നു? The child who gets affection and encouragement develops a good personality. അപ്പൊ ഇത്തരത്തിലുള്ള ബന്ധങ്ങളും ഇത്തരത്തിലുള്ള ആശയങ്ങളൊക്കെ പിന്തുടരുകയാണെങ്കിൽ കുട്ടികളിൽ എന്തുണ്ടായിരിക്കും? നല്ല വ്യക്തിയായിട്ട് വളർന്നു വരാനായിട്ട് അവനെ ഹെൽപ്പ് ചെയ്യുന്നു അല്ലെ? നല്ല കൂട്ടുകാരും നല്ല അധ്യാപകരും നല്ല പാരന്റ്സും എന്താണ് ഒരേ പ്രായത്തിലുള്ള അവരുടെ ഫീലിങ്സ് ഒക്കെ മനസ്സിലാക്കുന്ന അതേ പിയർ ഗ്രൂപ്പ്സ് റിലേഷൻഷിപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ എന്താണ് നല്ലൊരു ഗുഡ് പേഴ്സണാലിറ്റി ആയിട്ട് ഉയർന്നു വരാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതിനു മുമ്പായിട്ട് തന്നെ ഈ ഡിസ്ക്രിമിനേഷൻസ് അല്ലെങ്കിൽ മറ്റ് ഫേവറിറ്റിസം, മറ്റ് എന്താണ് ഫിസിക്കൽ ഇൽനെസ്, മറ്റു കാര്യങ്ങൾ അങ്ങനെ ദേശീയമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും തന്നെ ഒഴിവാക്കി കഴിഞ്ഞാല് കുട്ടികൾക്ക് നല്ലത് മാത്രം പറഞ്ഞു കൊടുത്താൽ, അത് നല്ല നോളജ്, നല്ല വാല്യൂസ്, നല്ല ചിന്താഗതികളൊക്കെ പറഞ്ഞു കൊടുക്കുക. അതുപോലെ എന്താണ്
നല്ല ഫ്രണ്ട്ഷിപ്പും നല്ല പിയർ ഗ്രൂപ്പ് റിലേഷൻഷിപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഒരു പരിധി വരെ കുട്ടികളെ നല്ലൊരു പേഴ്സണാലിറ്റി ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാം തന്നെ ഒഴിവാക്കാനായിട്ട് പരസ്പരം അധ്യാപകരും പാരന്റ്സും ഒരേപോലെ ശ്രമിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ആങ്കർ എന്ന് പറഞ്ഞ ഇമോഷൻ നമുക്ക് നാച്ചുറലി വരുന്നതാണ് അല്ലെ. അത് ഒരു പരിധി വരെ നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് കൺട്രോൾ ചെയ്യാനായിട്ട്, പല സിറ്റുവേഷനിൽ കൺട്രോൾ ചെയ്യാനായിട്ട് കുട്ടികളെ പ്രാപ്തമാക്കേണ്ടത് ആരാണ്? അധ്യാപകരും പാരന്റ്സും തന്നെയാണ്. ഓക്കെ, ഒരിക്കലും നമുക്ക് ആങ്കർ മറച്ചു വയ്ക്കാനായിട്ട് സാധിക്കില്ല അല്ലെ. ആങ്കർ നമുക്ക് എത്ര ഇത് കാണിച്ചാലും ഇൻഡയറക്റ്റ് ആയിട്ടോ ഡയറക്റ്റ് ആയിട്ടോ നമുക്ക് പുറത്തു വരും. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ ഇത്രയും ഇമോഷൻസ് ആണ് ഒരു കുട്ടിയിൽ പ്രധാനമായിട്ട് ഉണ്ടാവുന്നത്. റോൾ ഓഫ് ഇമോഷൻസ് എന്ന് പറയുമ്പോൾ അഫെക്ഷൻ, then human and laughter, fear and anger. Okay, next നമ്മൾ നോക്കുന്നത് സോഷ്യോ ഇമോഷണൽ നീഡ്സ് ആണ്. സോഷ്യോ ഇമോഷണൽ നീഡ്സ്, സാമൂഹിക വൈകാരിക ആവശ്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെ? എന്തൊക്കെയാണ്? നമ്മൾ എല്ലാവർക്കും ഇമോഷണൽ നീഡ്സ് ആവശ്യപ്പെടുന്നവരാണ്, ആഗ്രഹിക്കുന്നവരാണ്. ഫസ്റ്റ് എന്താണ്? ലവ് ആൻഡ് സെക്യൂരിറ്റി. ആദ്യത്തെ ആവശ്യമാണ് ലവ് ആൻഡ് സെക്യൂരിറ്റി. These are two main factors which contribute to the healthy growth of the mind. അതായത് സ്നേഹവും സുരക്ഷിതത്വം എന്താണ്? നമ്മുടെ ഒരു ആരോഗ്യപരമായ ഒരു ലൈഫിനെ അല്ലെങ്കിൽ മൈൻഡിനെ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഫാക്ടേഴ്സ് തന്നെയാണ് അല്ലെ. നമുക്ക് സ്നേഹവും വേണം, നമുക്ക് സുരക്ഷിതത്വം ഉണ്ടായിരിക്കണം അല്ലെ. എല്ലാവരും ലൈഫിൽ അതല്ല ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാവരും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. നമ്മളെപ്പോഴും സുരക്ഷിതരായിരിക്കണം. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുണ്ടായിരിക്കണം? സ്നേഹം ഉണ്ടായിരിക്കണം. ഓക്കെ, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനൊക്കെ ആരെങ്കിലൊക്കെ നമുക്ക് ഉണ്ടായിരിക്കണം. It is necessary for a child to have a feeling of being wanted and required by others, a safe feeling that he or she has a certain place in the family and society. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഒരു കുട്ടി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, അവർ ആവശ്യപ്പെടുന്നത് എന്തായിരിക്കും? മറ്റുള്ളവരാൽ സ്നേഹിക്കപ്പെടാനായിട്ടല്ലേ? being wanted and required by others, a safe feeling. കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ്? കുഞ്ഞുങ്ങളോ അതെ മുതിർന്നവരോ അതെ സേഫ് ആയിട്ട് ഫീലിംഗ് അല്ലെ, സുരക്ഷിതമായിട്ടുള്ളൊരു ഒരവസ്ഥയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഫാമിലിയിലും അതുപോലെ തന്നെ സൊസൈറ്റിയിൽ എന്തുണ്ടായിരിക്കണം? നമ്മൾക്ക് ഒരു സേഫ് ഫീലിംഗ് ഉണ്ടായിരിക്കും, സുരക്ഷിതത്വ ബോധവും. അതുപോലെ തന്നെ എന്താണ്? മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കുകയും വേണം. നമ്മളെ സ്നേഹിക്കാൻ ആളുണ്ടാവണം, നമുക്ക് സ്നേഹിക്കാനും ആളുണ്ടായിരിക്കണം. ഓക്കെ, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണ്? ലവ് ആൻഡ് കെയർ തന്നെയാണ് അല്ലെ. ലവ് ആൻഡ് സെക്യൂരിറ്റി തന്നെയാണ് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായി വരുന്നത്. ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, patient and friendly attitude on part of the parents or teachers, together with proper guidance whenever required, contributes strongly in developing self-confidence, a positive self-image, emotional security, adjustment society, and the self-control in the mind in the child. ഇനി അണ്ടർസ്റ്റാൻഡിങ്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾക്ക് ഈ സ്നേഹം അല്ലെങ്കിൽ നമുക്ക് സുരക്ഷിതമാണെന്ന് അറിയാനായിട്ട് ഫീൽ ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം അതില്? അണ്ടർസ്റ്റാൻഡിങ് ആദ്യം തന്നെ എന്താണ്? മനസ്സിലാക്കൽ അല്ലെ. അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. പേഷ്യന്റ് ആൻഡ് ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡ്. പേഷ്യന്റ് ആൻഡ് ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? ക്ഷമയോടുകൂടിയും സൗഹൃദത്തോടുകൂടിയും പെരുമാറ്റം. അങ്ങനെ ഒരു പെരുമാറ്റമായിരിക്കും ആരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത്? പാരന്റ്സിനും ടീച്ചേഴ്സിൽ നിന്നും അതുപോലെ തന്നെയുള്ള ഒരു പെരുമാറ്റമായിരിക്കണം അല്ലെ. ഇങ്ങനെ വളരെയധികം ക്ഷമയോടും സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം. Then together with proper guidance whenever required. Then അവരുടെ ആ ഒരു നല്ല രീതിയിലുള്ള ഗൈഡൻസ് അല്ലെ. അതുപോലെ എന്താണ്? ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ തന്നെ ഏത് രീതിയിലായിരിക്കണം അധ്യാപകർ കുട്ടികളോട് പെരുമാറേണ്ടത്? സൗഹാർദ്ദപരമായി എന്ന് പറയുമ്പോൾ ഫ്രണ്ട്സിനെ പോലെ ആയിരിക്കണോ? എങ്ങനെയായിരിക്കണം? ഒരു ഫ്രണ്ട്സിനെ കൂട്ടുകാരെ പോലെ തന്നെ അല്ലെ.
തന്റെ സുഹൃത്തുക്കളെ പോലെ തന്നെ അധ്യാപകർക്കും പെരുമാറണം. പാരന്റ്സിനും ഒരേപോലെ തന്നെ സൗഹൃദത്തിൽ കുട്ടികൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ അവരുടെ പാരന്റ്സിൽ നിന്നും അധ്യാപകരിൽ നിന്നും കിട്ടാനായിട്ട് കുട്ടികൾ ആഗ്രഹിക്കുക. അതേപോലെ തന്നെ ബിഹേവ് ചെയ്യുകയാണെങ്കിൽ എന്താണ് കുട്ടികൾ കുറച്ചുകൂടി സ്നേഹത്തോടു കൂടി അവരോട് നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. Then contribute strongly in developing self-confidence. പിന്നെന്താണ് നമ്മൾ എത്രത്തോളം ആ ഒരു രീതിയിൽ ആറ്റിറ്റ്യൂഡ് കുട്ടികളോട് കാണിക്കുമ്പോൾ കുട്ടികൾ എന്താണ് രൂപപ്പെടുന്നത്? ഡെവലപ്പിംഗ് സെൽഫ് കോൺഫിഡൻസ്. എന്താണ് സെൽഫ് കോൺഫിഡൻസ്? ആത്മവിശ്വാസം അല്ലെ? അധ്യാപകരും ടീച്ചേഴ്സും ഒരേപോലെ തന്നെ സപ്പോർട്ടീവ് ആയിട്ട് ബിഹേവ് ചെയ്യുകയാണെങ്കിൽ, സ്നേഹത്തോടെ പെരുമാറുകയാണെങ്കിൽ എന്താണ് അവരിൽ ഒരു ആത്മവിശ്വാസം രൂപപ്പെടും. നമ്മുടെ ക്ലാസ്സിൽ ഒരു കുട്ടിയോട് ഇപ്പൊ ടീച്ചർ എഴുന്നേറ്റ് സംസാരിക്കാൻ പറയുന്ന സമയത്ത് എടാ നീ എഴുന്നേക്കടാ എന്ന് വളരെ ശക്തമായിട്ടൊക്കെ പറഞ്ഞെങ്കിൽ കുട്ടി പേടിക്കുന്നു. വളരെ സ്നേഹത്തോടെ വിഷ്ണു തനിക്ക് സംസാരിക്കാൻ സാധിക്കും, താൻ ആ ടോപ്പിക്കുമായിട്ട് സംസാരിക്കണം, ടീച്ചർ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ ടീച്ചർ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അവനൊരു ആത്മവിശ്വാസം തോന്നും. കാരണം എന്താണ്, മുന്നിൽ എത്തുന്ന ടീച്ചർ തന്നെ സഹായിക്കുക എന്നുള്ളൊരു സഹായിക്കും, ടീച്ചർ കൂടെ ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ് കുട്ടിക്ക് തോന്നുവാണ്. അവനത് നോർമലി അവന് എന്താണോ ടോപ്പിക് അതുമായി അവതരിപ്പിച്ച് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവന് സംസാരിക്കാനായിട്ട് സ്പീച്ചോ പാട്ടോ എന്താണെന്ന് വെച്ചാൽ കുട്ടിക്ക് ആ സപ്പോർട്ടോടുകൂടി അവിടെ അവതരിപ്പിക്കാൻ സാധിക്കും. ഒരു സെൽഫ് കോൺഫിഡൻസ് കിട്ടുന്നു അധ്യാപകരിൽ. പോസിറ്റീവ് സെൽഫ് ഇമേജ്. എന്താണ് പോസിറ്റീവ് സെൽഫ് ഇമേജ് എന്ന് പറയുമ്പോ? സെൽഫ് ഇമേജ് നമ്മളെ കുറിച്ച് സ്വന്തം ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സ്വന്തമായിട്ട് ഇങ്ങനെ അല്ലെ, ആത്മവിശ്വാസം പോലെ തന്നെ ഞാൻ ഒക്കെയാണ്, എന്റെ ഫീലിങ്സ് ഒക്കെയാണെന്നൊരു സെൽഫ് ഇമേജ് നമുക്ക് കിട്ടും. എനിക്കത് പറയാൻ സാധിക്കും എന്നുള്ള ഒരു വിശ്വാസം കുട്ടിക്ക് വരെയാണ്, ഒരു പോസിറ്റീവ് ഫീലിംഗ് രൂപപ്പെടുകയാണ് കുട്ടിക്ക്. ഇമോഷണൽ സെക്യൂരിറ്റി അല്ലെ, വൈകാരികമായിട്ടൊരു സുരക്ഷിതത്വം തോന്നുന്നു. അഡ്ജസ്റ്റ്മെന്റ് സൊസൈറ്റി ആൻഡ് സെൽഫ് കൺട്രോൾ ഇൻ ദ ചൈൽഡ്. പിന്നെന്താണ് ആ സൊസൈറ്റിയിലും എന്താണ് സൊസൈറ്റിയിലെ കുട്ടിക്ക് അഡ്ജസ്റ്റ് ചെയ്യണം അല്ലെ. അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ് സൊസൈറ്റിയിലെ സൊസൈറ്റിയുടെ നിബന്ധനകളും കാര്യങ്ങളൊക്കെ ചട്ടങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് ജീവിക്കാനായിട്ടും അല്ലെങ്കിൽ പെരുമാറാനായിട്ടൊക്കെ അവൻ പഠിക്കുകയാണ്. അതുപോലെ തന്നെ എന്താണ് അവരുടെ സെൽഫ് കോൺഫിഡൻസ് അവിടെ രൂപപ്പെടുകയാണ് അല്ലെ. സൊസൈറ്റിയിൽ എങ്ങനെ പെരുമാറണം, എങ്ങനെ അവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെ സിറ്റുവേഷൻ വന്നത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ കുട്ടി എന്താണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കുന്നു. എന്തിലൂടെ? അവനൊരു കോൺഫിഡൻസ് ഉണ്ടാവുന്നതിലൂടെ, ടീച്ചേഴ്സിന്റെ പാരന്റ്സിന്റെ സപ്പോർട്ടോട് കൂടി, ഫ്രണ്ട്സിന്റെ സപ്പോർട്ടോട് കൂടി അല്ലെ. മൊത്തത്തില് സൊസൈറ്റിയിൽ നിന്നുള്ള ഒരു എന്താണ് സ്നേഹവും പരിഗണനയൊക്കെ ലഭിക്കുന്ന സമയത്ത് എന്താണ് കുട്ടികള് അവരുടെ സെൽഫ് കൺട്രോൾ താനെ ഉടലെടുക്കുന്നതാണ്. ഓക്കെ, അപ്പോ സ്നേഹം എന്നത് ഏറ്റവും വലിയൊരു ഫാക്ടർ ആയിട്ടാണ് ഇവിടെ സോഷ്യൽ ഇമോഷണൽ നീഡ്സിലെ ഏറ്റവും ഫസ്റ്റ് ഫാക്ടർ ആയിട്ടാണ് അതിനെ പറയുന്നത്. ലവ് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് അത് എല്ലാവരും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. കുട്ടികളും മുതിർന്നവരും ഒരേപോലെ ആഗ്രഹിക്കുന്നത് എന്താണ്? സ്നേഹവും സുരക്ഷിതത്വവുമാണ് അല്ലെ. ഓക്കെ ഓക്കെ ലവ് ആൻഡ് സെക്യൂരിറ്റി മനസ്സിലായോ? മനസ്സിലായി. അതുപോലെ തന്നെ അടുത്തൊരു ആവശ്യമാണ് എന്ത്? ഇൻഡിപെൻഡൻസ്. എന്താണ് ഇൻഡിപെൻഡൻസ്? സ്വാതന്ത്ര്യം അല്ലെ. ഇവിടെ ഒരു വാക്ക് വിട്ടുപോയല്ലോ. അവിടെ സെൽഫ് കൺട്രോൾ എന്ന് വെച്ചാൽ ആത്മനിയന്ത്രണമുള്ള കുട്ടികളായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെ. സൊസൈറ്റിനെ അഡ്ജസ്റ്റ് ചെയ്യാനും ആത്മനിയന്ത്രണമുള്ള കുട്ടികളായിട്ട് അല്ലെ, സ്വയം കൺട്രോൾ ചെയ്യാനുള്ള ഒരു മൈൻഡ് കപ്പാസിറ്റിയൊക്കെ ഉടലെടുക്കാനായിട്ട് കുട്ടികളെ സഹായിക്കുന്നു. അവരിൽ ഉണ്ടാവുന്ന സെൽഫ് കോൺഫിഡൻസ് അവരെ സഹായിക്കുന്നു. ഓക്കെ, അടുത്തത് സ്വാതന്ത്ര്യം. ഡിപ്പെൻഡിങ് അപ്പോൺ ദെയർ എബിലിറ്റി. സ്വാതന്ത്ര്യം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓരോരുത്തരുടെ എബിലിറ്റി അനുസരിച്ചിട്ടായിരിക്കും, ഓരോരുത്തരുടെ കഴിവുകൾ അനുസരിച്ച് അവർക്ക് ചെയ്യാൻ സാധിക്കുന്ന ആ ഒരു എന്താണ് സ്വയം ചെയ്യാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഡിപ്പെൻഡഡ് ആണ് അല്ലെ. ഡിപ്പെൻഡിങ് അപ്പോൺ ദെയർ എബിലിറ്റി. ചിൽഡ്രൻ ഷുഡ് ബി പ്രോംപ്റ്റഡ് ടു തിങ്ക് ഇൻഡിപെൻഡന്റ്ലി. അതായത് അവർക്ക് അവരുടെ കഴിവിനനുസരിച്ച് എത്രത്തോളം കഴിവുണ്ടെന്ന് അവർക്ക് കുട്ടികൾ വ്യക്തമായിട്ട് അറിയാം. എങ്ങനെ തനിക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. നമ്മളെല്ലാവരും നമ്മുടെ കഴിവിന്റെ പരിമിതിക്കുള്ളിൽ നിന്നല്ല ഏത് കാര്യവും ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് എന്ത് കുട്ടികൾ.
Depending upon their ability, children should be prompted to think independently and carry out tasks. കുട്ടികൾ എന്തെങ്ങനെയാണ് ചിന്തിക്കുന്നത്? സ്വതന്ത്രമായിട്ട് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലെ. അവർക്ക് കിട്ടുന്ന ടാസ്കുകൾ, അതായത് മുതിർന്നവരുടെ മേൽനോട്ടത്തിലാണ് കേട്ടോ. അണ്ടർ ദ അഡൽട്ട് സൂപ്പർവിഷൻ. മുതിർന്നവരുടെ നമ്മളങ്ങനെ സ്വതന്ത്രമായി അഴിച്ചു വിടുന്നു എന്നല്ല പറയുന്നത് അല്ലെ. നമ്മൾക്ക് ആവശ്യത്തിനുള്ള കൺട്രോള് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. മുതിർന്നവരുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് എന്താ സ്വതന്ത്രമായി ചിന്തിക്കുന്നതും ഓരോ ആക്ടിവിറ്റീസും ടാസ്കുകളൊക്കെ കുട്ടികള് ചെയ്യുന്നത്. ഓക്കെ. This also help in developing confidence in the children. അപ്പോ അത്തരത്തിലുള്ള ഒരു സമീപനം കുട്ടികളെ എന്തിനു സഹായിക്കുന്നു? അവരിലെ സെൽഫ് കോൺഫിഡൻസ്, അവർക്ക് കോൺഫിഡൻസ്, ധൈര്യം ഉണ്ടാവാനായിട്ട്, അല്ലെങ്കിൽ സ്വയം എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഉണ്ടാക്കിയെടുക്കാനായിട്ട് മൈൻഡിനെ കുട്ടികളെ പ്രാപ്തരാക്കിയാണ്. ഓക്കെ. ഡിപ്പെൻഡിങ് അപ്പോൺ ദർ എബിലിറ്റി, അതായത് കുട്ടികൾ അവരുടെ കഴിവിനനുസരിച്ചിട്ട് മുതിർന്നവരുടെ മേൽനോട്ടത്തിലാണ് സ്വതന്ത്രമായിട്ട് ചിന്തിക്കുവാനും അതുപോലെ തന്നെ എന്താണ് ചുമതലകളൊക്കെ നിർവഹിക്കാൻ. ക്യാരി ഔട്ട് ടാസ്ക് ഉദ്ദേശിക്കുന്നത് എന്താണ്? നിരവധി ചുമതലകൾ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലെ. അതൊക്കെ നിർവഹിക്കാനും കുട്ടികളെ സഹായിക്കുന്നത്. ഓക്കെ. അല്ലാതെ നമ്മള് മറ്റുള്ളവരെ ഭയങ്കരമായിട്ട് ഫ്രീ കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടികളെ സ്വതന്ത്രമല്ലാതെ വിട്ടു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഫ്രീഡം ഇല്ലാത്തൊരവസ്ഥ എങ്ങനെയാണെങ്കിൽ കുട്ടികൾ എങ്ങനെയായിരിക്കും? ഭയങ്കര വാശിയും ദേഷ്യവും ഒക്കെ ആയിരിക്കും. അവരവരെ ഇഷ്ടത്തിന് ഓരോ കാര്യങ്ങൾ ചെയ്യും. പിന്നെ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വിടുക അല്ലെ. പക്ഷെ മുതിർന്നവരുടെ മേൽനോട്ടത്തിൽ അല്ലെ, അണ്ടർ ദ അഡൾട്ട് സൂപ്പർവിഷൻ. നമ്മൾ അവരെ അടക്കി പിടിക്കുകയാണ്. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാതെ നമ്മൾ അവരെ പിടിച്ചു വെക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? അവർക്ക് ദേഷ്യം എന്നുള്ള വികാരം അവർക്ക് മെച്ചപ്പെടുന്നത്. ദേഷ്യവും വിഷമവും സങ്കടവും കുട്ടികളിൽ രൂപപ്പെടുന്നു. ഓക്കെ. അപ്പൊ അത് കുട്ടികളെ സെൽഫ് കോൺഫിഡൻസ്, സ്വതന്ത്രമായിട്ട് വിടുകയാണെങ്കിൽ കുട്ടികൾ എന്താണ് ആത്മവിശ്വാസം ഉടലെടുക്കാനായിട്ട് സഹായിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ. സോഷ്യൽ ഇമോഷണൽ നീഡ്സിലെ അടുത്ത നീഡാണ് എന്താ? സോഷ്യോ ഇമോഷണൽ എൻവയോൺമെന്റ്, സാമൂഹ്യ വൈകാരികമായിട്ടുള്ള ഒരു അന്തരീക്ഷം. എങ്ങനെയുള്ള ഒരു അന്തരീക്ഷമായിരിക്കണം? എങ്ങനെയുള്ള ഒരു ചുറ്റുപാടായിരിക്കും കുട്ടികളിലെ? Healthy social emotional environment is necessary for the smooth and healthy emotional development of the child. എങ്ങനെയുള്ള ഒരു പരിസ്ഥിതി ആയിരിക്കണം കുട്ടികൾക്ക് നല്ലൊരു ചുറ്റുപാട് ഉണ്ടാകാനായിട്ട് സഹായിക്കുന്നത്? ഒരു ആരോഗ്യപരമായിട്ടുള്ള അല്ലെ, നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് അല്ലെ, ആരോഗ്യപരവും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന തരത്തിലുള്ള ചുറ്റുപാടാണെങ്കിൽ കുട്ടികളുടെ മനോഭാവം എങ്ങനെയായിരിക്കും? അവര് ഓക്കെ ആയിരിക്കും. നല്ലൊരു സാമൂഹ്യ വൈകാരിക ചുറ്റുപാടിൽ വളർന്ന കുട്ടികള് കുറച്ചുകൂടി എങ്ങനെയായിരിക്കും? നല്ല രീതിയിലായിരിക്കും അവർ മുന്നോട്ട് പോകുന്നത്. What a child sees is also important. പക്ഷെ കുട്ടികള് എന്താണ് എങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നത്? അതായത് അവന്റെ ചുറ്റുപാട് മോശമാവുന്ന സമയത്ത് അല്ലെ, നല്ല പോസിറ്റീവ് എൻവയോൺമെന്റിലാണ് കുട്ടി ജീവിക്കുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും അവന്റെ ചിന്താഗതി? പോസിറ്റീവ് ആയിരിക്കും അല്ലെ. അവന്റെ വികാരങ്ങൾ പോസിറ്റീവ് ആയിരിക്കും, അവൻ ചിന്തിക്കുന്നത് പോസിറ്റീവായിട്ട്, അവൻ ചെയ്യുന്ന പ്രവർത്തികൾ പോസിറ്റീവ് ആയിരിക്കും. പക്ഷേ ചുറ്റുമുള്ള ഒരു പരിസ്ഥിതിയില് കുറച്ച് ബുദ്ധിമുട്ടുകൾ, അതായത് പ്രധാനപ്പെട്ട കുറച്ച് ബുദ്ധിമുട്ടുകളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? ഡ്രങ്ക്നെസ്. എന്താണ്? ഡ്രങ്ക്നെസ് മദ്യപാനം. ഡ്രങ്ക്നെസ്. പിന്നെ അത് അവൻ എന്താണോ കാണുന്നത് അതാണ് അവർക്ക് ചുറ്റുപാട്. ഇവിടെ പറഞ്ഞല്ലോ വാട്ട് എ ചൈൽഡ് സീസ് ആൾസോ ഇമ്പോർട്ടന്റ്. അവൻ എന്താണോ കാണുന്നത് അതിനനുസരിച്ചിട്ടാണ് അവനില് ഇമോഷണൽ ആയിട്ടും സോഷ്യൽ ആയിട്ടുള്ള വികാരങ്ങൾ രൂപപ്പെട്ടു വരുന്നത്. ഓക്കെ. അപ്പൊ തന്റെ ചുറ്റുപാടാണ് കുട്ടി ആദ്യം കാണുന്നത്. അതിൽ നിന്നാണ് അവനിൽ എന്തുണ്ടാവുന്നത്? മറ്റു കാര്യങ്ങളും മറ്റു ചിന്താഗതികളൊക്കെ രൂപപ്പെട്ടു വരുന്നത് അവന്റെ ചുറ്റുമുള്ള ചുറ്റുപാടിൽ നിന്നുമാണ്. അപ്പൊ ഡ്രങ്ക്നെസ്, quarrels at home, racial and class decisions, anti-social activities, and violence in society, ending feelings of frustration,
dejection, fear, and non-adjustment. The child and often may even result in antisocial behavior of the child. അപ്പോ അവന്റെ ചുറ്റുപാടിലും എന്തൊക്കെ കാര്യങ്ങൾ നടന്നാലാണ് അവന്റെ എന്തൊരു ബിഹേവിയർ ഉണ്ടാവുന്നത്? ആന്റി സോഷ്യൽ ബിഹേവിയർ കുട്ടികളിൽ ഉണ്ടാവാൻ കാരണം എന്താണ്? എന്തൊക്കെ സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴാണ്? നോക്കി എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്? ഡ്രങ്ക്നെസ്, മദ്യപാനം, കൺക്യൂറൻസ് എന്താണ്? കോറൽസ്, വഴക്ക്, വീട്ടിലുണ്ടാവുന്ന വഴക്കുകൾ. വീട്ടിലെ പ്രശ്നങ്ങള്, വഴക്കുകള്, തർക്കങ്ങള്. റേഷ്യൽ ആൻഡ് ക്ലാസ് ഡിസ്റ്റിങ്ഷൻ എന്താണ്? വർഗപരവും വംശീയപരമായിട്ടുള്ള വേർതിരിവുകൾ അല്ലെ, കമ്മ്യൂണിറ്റി ബേസ്ഡോ കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രശ്നങ്ങള്. ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് എന്താണ്? സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ അല്ലെ, ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസുകള്, വയലൻസ് ഇൻ സൊസൈറ്റി അല്ലെ, ആ സൊസൈറ്റിയിലെ അപകടകരമായിട്ടുള്ള പ്രവർത്തനങ്ങള്, സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങള്, സമൂഹത്തിലെ അക്രമങ്ങള്. ഇതെന്തൊക്കെയാണ്? Engine feelings of frustration. എന്താണ്? Engine feelings of frustration. Feelings of frustration എന്താണ്? ഫ്രസ്ട്രേഷൻ അറിയാലോ? നിരാശ. നിരാശ. പിന്നെന്താണ്? കുട്ടികളിൽ ഭീതിയും നിരാശയും ഉണ്ടാക്കുന്നു. അത് കുട്ടികളിൽ ഉൾപ്പെടുന്ന വികാരങ്ങൾ അല്ലെ. ഡിജക്ഷൻ. ഡിജക്ഷൻ എന്താണ്? ഡിജക്ഷൻ ആണ് നിരാശ. ഡിജക്ഷൻ, ഫ്രസ്ട്രേഷൻ ഒക്കെ എന്താണ്? ഒരു മീനിങ്സ് തന്നെയാണ് അല്ലെ. അതായത് കുട്ടികളില് പൊരുത്തപ്പെടാൻ പറ്റാത്ത കുറച്ച് വികാരങ്ങളാണ് അതൊക്കെ അല്ലെ. ഫ്രസ്ട്രേഷൻ, ഡിജക്ഷൻ എന്നൊക്കെ പറയുന്നത് അവർക്ക് ഇറിറ്റേറ്റബിൾ ആയിട്ടുള്ള വികാരങ്ങളാണ്. അതുപോലെ തന്നെയാണ് ഫിയർ ആൻഡ് നോൺ അഡ്ജസ്റ്റ്മെന്റ്. എന്താണ് ഫിയർ ആൻഡ് നോൺ അഡ്ജസ്റ്റ്മെന്റ്? ഭയവും അതുപോലെ തന്നെയാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ, പൊരുത്തപ്പെടാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ അല്ലെ. ആ സൊസൈറ്റി ആയിട്ട് പൊരുത്തപ്പെടാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നു. ഇത് ചൈൽഡ് ആൻഡ് ഓഫൺ മെയ്മെൻ ആൻഡ് റിസൾട്ട് ഇൻ ആന്റി സോഷ്യൽ ബിഹേവിയർ ഇൻ ദെയർ ചൈൽഡ്. അപ്പോ ഇത്തരം ചുറ്റുപാടും ഇത്തരം കാര്യങ്ങളിലൂടെയാണ് കുട്ടി ആ നെഗറ്റീവ് സിറ്റുവേഷനിലാണ് കുഞ്ഞ് വളർന്നു വരുന്നെങ്കിൽ എന്താണ്? അവനിൽ ഒരു ആന്റി സോഷ്യൽ ബിഹേവിയർ ആയിരിക്കും രൂപപ്പെടുന്നത് അല്ലെ. അതായത് ആന്റി സോഷ്യൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? സമൂഹത്തിനെതിരായതായിരിക്കും. യെസ്, സമൂഹത്തിനെതിരായിട്ടുള്ള ഒരു പെരുമാറ്റ രീതി അവർ ഉടലെടുക്കുന്നു അല്ലെ. ആ ഒരു ചിന്താഗതി കുട്ടിയില് ഉടലെടുക്കുന്നു. എന്തൊക്കെ കാരണങ്ങളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്? മദ്യപാനം, വർഗീയത, വീട്ടിലെ വഴക്കുകള്, വർഗീയവും വംശീയപരമായിട്ടുള്ള പ്രശ്നങ്ങള്, സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങള്, സൊസൈറ്റിയിലെ മറ്റ് അക്രമങ്ങള്, പിന്നെന്താണ്? ഭയം, ദേഷ്യം, ഫ്രസ്ട്രേഷൻസ്, സമൂഹത്തിലെ പൊരുത്തക്കേടുകള് എല്ലാം തന്നെ കുട്ടിയിൽ എന്തുണ്ടാക്കുന്നു? അവന് ഒരു ആന്റി സോഷ്യൽ ബിഹേവിയറിലേക്ക്, സമൂഹത്തിൽ പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വയലൻസ് ആയിട്ടുള്ള മൈൻഡിലേക്ക് കുട്ടിയെ ക്രിയേറ്റ് ചെയ്ത് വരികയാണ്. ഓക്കെ, ഹെൽത്തി സോഷ്യൽ എൻവയോൺമെന്റിലാണെങ്കിലോ കുട്ടി ജീവിക്കുന്നത് വളരെ പോസിറ്റീവായിട്ട് അവന് ജീവിക്കാനും ഇതേപോലത്തെ പ്രശ്നങ്ങൾ വയലൻസിലാണ് നടക്കുന്നതെങ്കിൽ എന്താണ്? ഒരു ആന്റി സോഷ്യൽ ബിഹേവിയർ ആയിരിക്കും രൂപപ്പെടുന്നത്. യെസ്. ബീങ് അൺഹാപ്പി, ഡിസപ്പോയിന്റഡ് ഓർ വിത്തൗട്ട് ഹോപ്പ് അല്ലെ, യാതൊരുവിധ സന്തോഷവും ഹാപ്പിനെസ് ഇല്ലാത്തൊരു ലൈഫ് ആയിരിക്കും ആ കുട്ടിയില് ഉണ്ടാവുന്നത്. ഓക്കെ, സോഷ്യൽ ഇമോഷണൽ എൻവയോൺമെന്റ് എന്താണെന്ന് മനസ്സിലായോ? നിങ്ങളിന്ന് ഭക്ഷണം കഴിച്ചില്ലേ ആരും? എല്ലാരും ഒരു ജീവനില്ലാത്ത പോലെ അല്ലെ ക്ലാസ്. അതന്നെ. എനിക്ക് പല്ലുവേദന ആയതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കൊന്നും വേണ്ടെന്ന് സംസാരിക്കാൻ വയ്യ. കഴിച്ചിട്ട് ക്ലാസ്സിൽ കയറാൻ നോക്കണം കേട്ടോ എല്ലാവരും. കഴിക്കാതിരിക്കണ്ടെങ്കിൽ ഇപ്പൊ വൈകുന്നേരം 2:30 ആവില്ലേ? ഓക്കെ, അപ്പൊ ഈ 3 ആവശ്യങ്ങളാണ് നമുക്ക് സൊസൈറ്റിയിൽ പ്രധാനമായിട്ടും വേണ്ടത് അല്ലെ. ഒരു സൊസൈറ്റി എന്ന നിലയിൽ സൊസൈറ്റി, അതായത് സാമൂഹിക വൈകാരിക ആവശ്യങ്ങൾ ഇതെല്ലാവരിലും ഉണ്ട് നമ്മളിൽ അല്ലെ. എല്ലാവരിലും ഉണ്ട്. എന്തൊക്കെയാണ്? ആദ്യത്തേത് എന്താണ്? ലവ് ആൻഡ് സെക്യൂരിറ്റി, സ്നേഹവും സുരക്ഷിതത്വവും. അതുപോലെ തന്നെയാണ് സ്വാതന്ത്ര്യം. സോഷ്യോ ഇമോഷണൽ എൻവയോൺമെന്റ്, സാമൂഹ്യ വൈകാരിക ചുറ്റുപാട്. ഈ 3 ഘടകങ്ങളും, ഈ 3 ഫാക്ടേഴ്സ് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. ഓക്കെ,
നമുക്ക് സ്നേഹം ഉണ്ടെങ്കിലാണ് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും നമ്മൾക്ക് സുരക്ഷിതമായി പിടിക്കാനും സാധിക്കണം. അതുപോലെ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. നമുക്ക് ചുറ്റും നല്ലൊരു ചുറ്റുപാടുണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. നമ്മൾക്ക് ഇപ്പോ ഈ 3 എണ്ണം ഒഴിച്ചുകൂടാനാവട്ടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പൊ ഈ ആവശ്യങ്ങളുടെ ശ്രേണിയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതായത് ഹൈറാർക്കി ഓഫ് നീഡ്സ്. ഹൈറാർക്കി ഓഫ് നീഡ്സ്, ആവശ്യങ്ങളുടെ ശ്രേണി. നമ്മൾക്ക് എന്തൊക്കെ പേഴ്സണൽ ആവശ്യങ്ങളുണ്ട്, അല്ലാത്ത ആവശ്യങ്ങളുണ്ട്, അതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് എന്താണ് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഒരു തിയറി ബേസ്ഡ് ക്ലാസ് ആണത്. ഒരു തിയറിയുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മളുടെ ആവശ്യങ്ങൾ എങ്ങനെയാണ് ഓരോ മനുഷ്യരിലുള്ളതിനെ പറ്റി അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, hierarchy of needs. We have seen in that children have different needs. അല്ലെ, നമ്മൾ നേരത്തെ പഠിച്ചതൊക്കെ എന്താണ്, കുട്ടികൾക്ക് പല പല ആവശ്യങ്ങളാണ് അല്ലെ. എല്ലാവരിലും എന്താണ് വ്യത്യസ്തമായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. Some of these are physiological requirements which are essential to survive. ചിലത് എങ്ങനെയുള്ള ആവശ്യങ്ങളായിരുന്നു? ചിലത് എങ്ങനെയുള്ള ശാരീരികമായിട്ടുള്ള അത്യാവശ്യങ്ങളാണ്. ശാരീരികമായിട്ടുള്ള ഫിസിയോളജിക്കൽ ആയിട്ടുള്ള റിക്വയർമെന്റ്സ്. ചിലത് which are essential to survive, അത് അതിജീവിക്കാനും. essential to survive എന്ന് പറഞ്ഞാൽ എന്താണ്? essential to survive അതിജീവനത്തിന് അത്യാവശ്യമായ ഘടകമാണ് ആരോഗ്യപരമായ ആവശ്യങ്ങൾ. നമുക്ക് അതിജീവിക്കാൻ അത്യാവശ്യമായിട്ടുള്ള കുറച്ച് ആവശ്യങ്ങളുണ്ട് അല്ലെ. എല്ലാവരും അതുണ്ട്. ഓരോ നീഡ്സിനനുസരിച്ചിട്ടാണ് നമ്മൾ ദിനംപ്രതി ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നത് അല്ലെ. നമ്മൾ ഓരോ ആവശ്യങ്ങൾ നിറവേറ്റുമ്പോഴാണ് നമ്മൾ എന്തുണ്ടാവുന്നത്, സാറ്റിസ്ഫാക്ഷൻ രൂപപ്പെടുന്നത്. നമ്മുടെ ആഗ്രഹങ്ങളും ഹോപ്സ് ഒന്നും അതായത് പ്രതീക്ഷകളൊന്നും നടക്കാതെ വരുന്ന സമയത്താണ് നമ്മൾ എന്ത് രൂപപ്പെടുന്നത്, സാഡ്നെസ് അല്ലെ, അൺഹാപ്പി ഫീലിംഗ്, ഡിസപ്പോയിന്റഡ് ആയിട്ടുള്ള ഫീലിങ്സ് ഒക്കെ ഓരോരുത്തരും രൂപപ്പെടുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും പല ആവശ്യങ്ങളുണ്ട്. നമ്മളുടെ പ്രത്യേകമായിട്ടുള്ള ആവശ്യങ്ങളെ പലതായി കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. These are also called primary requirements and include the need of satisfying hunger and thirst. അതായത് പ്രൈമറി റിക്വയർമെന്റ്സ്. എന്താണ് പ്രൈമറി റിക്വയർമെന്റ്സ്? ഇവിടെ പ്രാഥമിക ആവശ്യങ്ങൾ അല്ലെ. ഓക്കെ, അതായത് നമ്മളെ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈ, നമുക്ക് തൃപ്തികരമായിട്ടുള്ള കുറച്ച് ആവശ്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് അതിലൊന്നാണ് എന്ത്, ഹങ്കർ ആൻഡ് ത്രിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വിശപ്പും ദാഹവും. യെസ്, വെരി ഗുഡ്. അത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ, വിശപ്പും ദാഹവും, ഹങ്കർ ആൻഡ് ത്രിസ്റ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഒരു പ്രൈമറി റിക്വയർമെന്റ്സ് ആണ്. അണ്ടർലൈൻ ചെയ്ത് പോവാട്ടാ. പ്രൈമറി റിക്വയർമെന്റ്സ് ആൻഡ് ഇൻക്ലൂഡ് ദ നീഡ് ഓഫ് സാറ്റിസ്ഫൈയിങ് ഹങ്കർ ആൻഡ് ത്രിസ്റ്റ്. ഈ രണ്ടാവശ്യം തന്നെ, ദാഹവും വിശപ്പും മാറിയാൽ തന്നെ എന്താണ്, നമ്മളുടെ പകുതി നമ്മൾ തൃപ്തിയായി അല്ലെ. ബാക്കിയുള്ളത് നമുക്ക് വെള്ളവും ഫുഡും കഴിക്കാൻ നമ്മൾ ആദ്യം പഠിച്ചത് നീഡ്സ് പഠിച്ച സമയത്ത് ഫുഡ് ആൻഡ് വാട്ടർ പഠിച്ചു അല്ലെ. ഏറ്റവും ഒഴിച്ചു കൂടാനാവാത്ത ഒരു ആവശ്യമാണ് നമുക്ക്. അതുപോലെ തന്നെയല്ലേ മാം എയർ? വരുന്നു അതിലോട്ടൊക്കെ വരുന്നു. പക്ഷെ ബേസിക് പ്രൈമറി റിക്വയർമെന്റ്സിന് ഇവിടെ പറയുന്നത് ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ് ആണ്. When these needs are fulfilled, the child looks towards satisfying her safety needs. എന്താണ് ഫുൾഫിൽ ചെയ്യാന്ന് പറയുന്നത്? ഫുൾഫിൽ ചെയ്യുന്നത്, പൂർത്തീകരിക്കുകയാണോ? കുട്ടികളിലെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റുന്ന എന്തൊക്കെ ആവശ്യങ്ങളാണ് കുട്ടികൾക്കുള്ളത്? എന്തൊക്കെയാണ്? ഒന്ന് പോകട്ടെ, സംസാരിക്കേ, പറയൂ. മെയിനായിട്ട് അവരുടെ സേഫ്റ്റി, കെയറിങ്. അതായത് അവർക്ക് ആദ്യം ഹങ്കറും തേഴ്സ്റ്റും കഴിഞ്ഞതിന് ശേഷം മാത്രമേ പിന്നെ എന്ത് ചെയ്യുള്ളൂ, അവർ അടുത്ത ആവശ്യത്തിലേക്ക് നോക്കുകയുള്ളൂ അല്ലെ. അവരാദ്യം വിശപ്പും ദാഹവും കഴിഞ്ഞതിന് ശേഷം മാത്രമായിരുന്നു കുട്ടികൾ എന്ത് ചെയ്യുന്നത്, മറ്റൊരാവശ്യത്തിലേക്ക് പോകുന്നുള്ളൂ. ആ മറ്റൊരാവശ്യം ഏതാണ്?
ഒരു ആവശ്യം നിറവേറ്റി കഴിഞ്ഞ സമയത്ത് അടുത്ത ആവശ്യത്തിലേക്ക് പോകുന്നു. അതാണ് സേഫ്റ്റി നീഡ്സ്. ഇത് കണ്ടില്ലേ? സാറ്റിസ്ഫൈങ് ഹിയർ സേഫ്റ്റി നീഡ്സ്, അതായത് കുട്ടികളുടെ സുരക്ഷ ആവശ്യങ്ങളിലേക്ക് പോകുന്നു. ആദ്യത്തേത് അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ കഴിഞ്ഞു, വിശപ്പും ദാഹവും കഴിഞ്ഞു. പിന്നെ അത് നിറവേറ്റി കഴിയുമ്പോൾ കുട്ടികൾ എങ്ങോട്ടാ പോകുന്നു? സേഫ്റ്റി. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് ഹൈറാർക്കി. അതായത് ഹൈറാർക്കി ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങളുടെ ഒരു ശ്രേണിയാണ്. അതെ, അതിങ്ങനെ ഓരോ സ്റ്റെപ്പ് ആയിട്ടാണ് അത് നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ കുട്ടികളുടെ ഇവിടെ ആദ്യത്തെ ആവശ്യം എന്താണ് പറഞ്ഞത്? നമ്മള് വിശപ്പും ദാഹവുമായിട്ടുള്ള പ്രൈമറി ആയിട്ടുള്ള നീഡ്സ് ആണ് അല്ലെ, സാറ്റിസ്ഫൈങ് നീഡ്സ്. സെക്കൻഡ് എന്ന് പറഞ്ഞു സേഫ്റ്റി നീഡ്സ്, സുരക്ഷ. അത് നിറവേറ്റി കഴിയുമ്പോൾ കുട്ടികളുടെ സുരക്ഷാ നീഡ്സ് ആവശ്യപ്പെടും. അത് നിറവേറ്റി കഴിയുമ്പോൾ എന്തായിരിക്കും നെക്സ്റ്റ് ഹൈറാർക്കി നീഡ്സ്? അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ലവ് ആൻഡ് അഫെക്ഷൻ നീഡ്സ്. സ്നേഹിക്കപ്പെടാനും സ്നേഹിക്കപ്പെടാനുള്ള കുട്ടികളുടെ ആവശ്യമാണ് കുട്ടികളുടെ അടുത്തതായി വരുന്നത്. at the next level എന്ന് പറയുമ്പോൾ എന്താണ്? നീഡ്സ് ഫോർ എസ്റ്റീം ആൻഡ് ബിലോങ്ങിങ്. എസ്റ്റീം ആൻഡ് ബിലോങ്ങിങ് എന്ന് പറയുമ്പോൾ എന്താണ്? ബഹുമാനവും, അതായത് എന്താണ് എസ്റ്റീം എന്ന് പറഞ്ഞ എന്താ? മറ്റുള്ളവരിൽ നിന്നും മാനസികമായിട്ട് നമുക്ക് പിന്തുണ കിട്ടുന്നതല്ലേ? യെസ്, മറ്റുള്ളവരിൽ നിന്ന് നമുക്കൊരു ഒരു എന്താ പറയാ അംഗീകാരം ലഭിക്കുക അല്ലെ, എസ്റ്റീം നീഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ these constitute the socio-emotional needs, and finally comes the need for self-actualization. അതായത് ഈ 4 ആവശ്യങ്ങൾ നിറവേറ്റി കഴിയുന്ന സമയത്ത് ആ കുട്ടിയിൽ എന്ത് സംഭവിക്കുന്നു? സെൽഫ് ആക്ച്വലൈസേഷൻ. അവസാന നീഡാണ്, ഫൈനലായിട്ട് എത്തിച്ചേരുന്നത് എവിടെയാണ്? ആത്മസാക്ഷാത്കാരത്തിലാണ് എന്നാണ് ആ തിയറിയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അവന്റെ പല പ്രാഥമിക ആവശ്യങ്ങളും കഴിഞ്ഞു, സുരക്ഷാ ആവശ്യങ്ങൾ കഴിഞ്ഞു, എസ്റ്റീം ആയിട്ടുള്ള ആവശ്യങ്ങൾ കഴിഞ്ഞു അല്ലെ, ലവ് ആൻഡ് അഫെക്ഷൻ കഴിഞ്ഞു. ഇത്രയും കഴിഞ്ഞ സമയം കുട്ടി എവിടെ എത്തിച്ചേരുന്നു? സെൽഫ് ആക്ച്വലൈസേഷൻ, ആത്മസാക്ഷാത്കാരത്തിലേക്ക് കുട്ടി എത്തിച്ചേരുകയാണ്. ഇത് തിയറി ആയിട്ട് പറയുമ്പോൾ മനസ്സിലാവട്ടോ, അപ്പൊ തന്നെ ഇൻട്രൊഡക്ഷൻ പോലെ കൊടുത്താക്കുന്നതാണ്. And finally comes need for self-actualization, need to achieve one's potential and do creative work, explore the environment and understand it. അവസാനം എന്താണ്? അവന്റെ സ്വന്തം പൊട്ടൻഷ്യൽ എത്തിച്ചേരാൻ അല്ലെ, എത്രത്തോളം ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു സിറ്റുവേഷനിൽ എത്തിച്ചേരുന്നു. എക്സ്പ്ലോർ ദ എൻവയോൺമെന്റ് അവൻ എക്സ്പ്ലോർ ചെയ്യുന്നു, മനസ്സിലാക്കുന്നു. The diagram below show an exact idea of the hierarchy of needs. Only when the needs at one level are satisfied that a child can act to satisfy the next higher level of needs. നമ്മൾ പറഞ്ഞ എന്താണ്? കുട്ടിക്ക് ആദ്യമായ ഒരു ആവശ്യങ്ങൾ വന്നു, ആ ആവശ്യം നിറവേറ്റി കഴിഞ്ഞപ്പോ എന്തായി? അവന് അടുത്ത ആവശ്യം വന്നു, അത് നിറവേറ്റി കഴിഞ്ഞപ്പോ നെക്സ്റ്റ്, അത് കഴിഞ്ഞപ്പോ നെക്സ്റ്റ്, അങ്ങനെ പോയാണ് കുട്ടിയില് അത് ആവശ്യങ്ങൾ അവസാനിക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? സെൽഫ് ആക്ച്വലൈസേഷൻ സംഭവിക്കുന്ന സമയത്ത് അല്ലെ, കുട്ടിയില് പരിപൂർണമായുള്ള ആവശ്യങ്ങൾ നിറവേറ്റി കഴിയുന്ന സമയത്ത് എന്താണ്? സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന ഒരു തലത്തിൽ എത്തുകയാണ്. അവിടെ വെച്ച് സെൽഫ് ആക്ച്വലൈസേഷന്റെ മലയാളം എന്താ മീൻസ്? ആത്മസാക്ഷാത്കാരം. ഓക്കെ മിസ്, തിയറി പറഞ്ഞിട്ടുള്ള ഇൻട്രൊഡക്ഷൻ വെറുതെ പറഞ്ഞു പോയിട്ടുള്ളൂ. Only when needs, അപ്പൊ ഇവിടെ ഒരു ഹൈറാർക്കി ഓർഡറിലാണ് കാണിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാല് ഈ തന്നിരിക്കുന്ന ഡയഗ്രാം തെറ്റാണ്. ഇങ്ങനെയല്ല ഹൈറാർക്കിക്കൽ ഓർഡർ. നമ്മളൊരു ട്രയാങ്കിൾ ഷേപ്പിലാണത്. അബ്രഹാം മാസ്ലോ ആണ് ഈ കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്, ആ തിയറി കൊണ്ടുവന്നത് ആരാണ്? അബ്രഹാം മാസ്ലോ ആണ്. അദ്ദേഹത്തിന്റെ തിയറിയില് വലിയ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ, ശരിക്കുള്ള സൈക്കോളജിക്കൽ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഈ ഡയഗ്രാം ശരിക്കും ട്രയാങ്കിൾ ഷേപ്പിലാണ് കേട്ടോ. അങ്ങനെയാണ് അതിനെ തരംതിരിച്ചിരിക്കുന്നത്. നിങ്ങൾ ഇപ്പോ യൂട്യൂബൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് കാണാൻ സാധിക്കും. ട്രയാങ്കിൾ ഷേപ്പിലാണ് അത് തന്നിരിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ഇവിടെ ഇങ്ങനെ ചെറിയ ബോക്സ് പോലെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, വട്ടവർ.
അപ്പൊ എന്തൊക്കെ ആവശ്യങ്ങളാണ് ഒരു വ്യക്തിയിൽ ഉണ്ടായിരിക്കേണ്ടത്, അങ്ങനെ എന്തൊക്കെ ആഗ്രഹങ്ങൾ നേരിടുമ്പോഴാണ് അടുത്ത ആവശ്യങ്ങളിലേക്ക് കടന്നു പോകുന്നത് എന്നതുമായി ബന്ധപ്പെട്ടൊരു ഡയഗ്രാമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതാണ് ഈ തിയറി. ഈ തിയറിയാണത്. അബ്രഹാം മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്ന തിയറിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താണെന്ന് വെച്ച് നോക്കാം. അതിന്റെ കോൺസെപ്റ്റ് പറയുന്നതിന് മുമ്പ് അതിലെ കുറച്ച് കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. പറയുന്നത് നോട്ട് ചെയ്താൽ മതി. ഫസ്റ്റ് എന്താണ്? സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. സോറി, ഇതെങ്ങനെയാണ് തുടങ്ങേണ്ടത്? താഴെ നിന്ന് മുകളിലേക്കാണ്. താഴെ നിന്ന് മുകളിലേക്ക്. താഴെ നിന്ന് മുകളിലേക്കാണ് ഈ തിയറി. താഴെ നിന്ന് മുകളിലേക്കാണ്. ആദ്യത്തെ എന്താണ്? ഫിസിയോളജിക്കൽ നീഡ്സ്. ഫിസിയോളജിക്കൽ നീഡ്സ്. ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിസിയോളജിക്കൽ നമ്മളെ ഭക്ഷണം, വസ്ത്രം, അതൊക്കെ അല്ലേ? ശാരീരികമായ അല്ലേ? ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങളല്ലേ? യെസ്, ഭൗതികപരമായിട്ടുള്ള ആവശ്യങ്ങൾ. എന്തൊക്കെയാണ് ഭൗതികപരമായിട്ടുള്ള ആവശ്യങ്ങൾ? നമ്മുടെ ബേസിക് നീഡ് എന്താണ്? ബേസിക് നീഡ് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം. കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ ബേസിക് നീഡ്. പണം. നമ്മുടെ ഫിസിയോളജിക്കൽ നീഡ്സിന്റെ അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഫുഡ്, വാട്ടർ. മിസ് ട്രയാങ്കിളിലാണോ നോട്ട് ചെയ്യണ്ടേ? ഇങ്ങനെ എഴുതിയാൽ മതി. ഫിസിയോളജിക്കൽ നീഡ്സിന്റെ നേരെ എഴുതി വെച്ചോട്ടോ, ട്രയാങ്കിളിൽ എഴുതണ്ട. അപ്പൊ ഞാൻ ഇത് വരച്ചെഴുതി എനിക്ക് ഇനി കൺഫ്യൂഷൻ ആവും. അങ്ങനെ എഴുതുന്നത് വരയ്ക്കുന്നോട് അങ്ങനെ വരച്ചോളൂ, നിങ്ങളുടെ ഇഷ്ടം. ഫിസിയോളജിക്കൽ നീഡ്സിലാണ് എന്തൊക്കെ വരുന്നത്? ഫുഡ്, വാട്ടർ, റെസ്റ്റ് ആൻഡ് സെക്സ്. ഫുഡ്, വാട്ടർ, റെസ്റ്റ് ആൻഡ് സെക്സ്. ഫുഡ്, വാട്ടർ കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞ? റെസ്റ്റ്, then സെക്സ്. ആണ് നമ്മുടെ ഫിസിയോളജിക്കൽ നീഡ്സ്, ഭൗതികപരമായിട്ടുള്ള ആവശ്യങ്ങൾ. നമ്മുടെ ബേസിക് നീഡാണ്. അടുത്തത് ആവശ്യങ്ങൾ നിറവേറ്റി കഴിഞ്ഞതിന് ശേഷം എന്താണ്? നീഡ് ഫോർ സെക്യൂരിറ്റി. അദ്ദേഹം പറയുന്നത് നീഡ് ഫോർ സെക്യൂരിറ്റി എന്ന ഒരു തലത്തിലേക്കാണ് പിന്നെ നമ്മൾ പോകുന്നത്. നീഡ് ഫോർ സെക്യൂരിറ്റി എന്തൊക്കെയാണ്? നീഡ് ഫോർ സെക്യൂരിറ്റിയിൽ വരുന്നത് സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി. സുരക്ഷിതത്വം, സ്ഥിരത. സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അവിടെ എന്തൊക്കെ ഉൾപ്പെടുത്താം? താമസിക്കാനുള്ള സ്ഥലം, ഹൗസ്. പാർപ്പിടം അല്ലെ, ഹൗസ്. നീഡ് ഫോർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് സേഫ്റ്റി നീഡാണ് അല്ലെ, സുരക്ഷിതത്വമായിട്ടുള്ള ആവശ്യങ്ങളാണ്. അവിടെ എഴുതി വെച്ചോളൂ, സേഫ്റ്റി നീഡ്സ്. സേഫ്റ്റി നീഡ്സ്. ക്ലോത്ത്സ്, വസ്ത്രം. ക്ലോത്ത്, പാർപ്പിടം. വസ്ത്രം, പാർപ്പിടം. പിന്നെന്താണ്? പിന്നെ ഹൗസ് ഹോൾഡ് ഐറ്റംസ് ഒക്കെ അതിൽ പെടില്ലേ? നമുക്ക് ഹെൽത്ത് ആവശ്യമല്ലേ? ഹെൽത്ത്. യെസ്, നീഡ് ഫോർ സെക്യൂരിറ്റിയിലെ ഹെൽത്ത് ഉൾപ്പെടുത്താം. ഓക്കെ, മണി. മണി. ഓക്കെ, മതി. Then അടുത്ത ആവശ്യം എന്താണ്? നീഡ് ഫോർ ബിലോങ്നെസ്. നീഡ് ഫോർ ബിലോങ്നെസ്. ശരിക്കും പറഞ്ഞാൽ ആ തിയറിയിലെ ബിലോങ്നെസ് ആൻഡ് ലവ് നീഡ്സ് എന്നാണ് സൈക്കോളജിക്കൽ ടെക്സ്റ്റിലുള്ളത്. നിങ്ങൾ തന്നിരിക്കുന്നത് നീഡ് ഫോർ ബിലോങ്നെസ് ആണ്. അങ്ങനെ എഴുതിയാലും മതി കേട്ടോ. ബിലോങ്നെസ് ആൻഡ് ലവ് നീഡ്സ്. ആൻഡ് ലവ് നീഡ്സ്. ലവ്. മനസ്സിലായില്ല എന്താണ്? Belongingness and love needs. Love, LOVE. PDF പോയോ? പോയി മിസ്, കാണുന്നില്ല. പോയി. കാണാമോ? ഇല്ല മിസ്. ഇപ്പോഴോ?
ഇപ്പൊ കാണുന്നുണ്ടോ? ഇപ്പൊ കാണാം മിസ്. ഓക്കെ. നീഡ് ഫോർ ബിലോങ്നെസ്സിൽ എന്താണ് വരുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് ബിലോങ്നെസ്സിൽ വരുന്നത്? അതില് ബന്ധങ്ങളൊക്കെ വരില്ലേ? അപ്പൊ യെസ്, റിലേഷൻഷിപ്സ് അല്ലെ? അവിടെ അങ്ങനെ എഴുതാം, റിലേഷൻഷിപ്സ്. അതൊക്കെ വരുമോ? അങ്ങനെ റിലേഷൻഷിപ്സ് മാത്രം നോട്ട് ചെയ്താൽ മതി കേട്ടോ. നീഡ് ഫോർ ബിലോങ്നെസ്സിൽ വരുന്നത് റിലേഷൻഷിപ്സ്. നീഡ് ടു ഫീൽ കോമ്പിറ്റന്റ്. എന്താണ്? സമൂഹത്തിലുള്ള അംഗീകാരം വരിക. ഇതാണോ മാം എസ്റ്റീം പറഞ്ഞത്? അപ്പുറത്തെ എസ്റ്റീം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മുന്നത്തെ പേജില്, അതല്ലേ ഫീൽ? എന്താണ് മനസ്സിലായില്ല? ഇതേ മീനിങ് ആണോ നേരത്തെ തൊട്ട് മുന്നത്തെ പാരഗ്രാഫിൽ എസ്റ്റീം പറഞ്ഞില്ലേ? അതെ 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 അതെ. ഓക്കെ. അല്ലെ നിങ്ങള് അതിന് പകരം ബിലോങ്നെസ്സിന് മുകളില് എസ്റ്റീം നീഡ്സ് എന്ന് കൊടുത്താൽ മതി കേട്ടോ. എസ്റ്റീം നീഡ്സ് എന്ന് എഴുതിയാൽ മതി. വേണ്ട, എസ്റ്റീം നീഡ്സ് ഇട്ടോളൂ. അപ്പൊ ഫീൽ കോമ്പീറ്റന്റ് വെട്ടിയിട്ട് എസ്റ്റീം നീഡ്സ് എഴുതിയാൽ മതിയോ? യെസ് യെസ് യെസ്, എസ്റ്റീം നീഡ്സ് എന്ന് എഴുതാം. എസ്റ്റീം നീഡ്സിൽ എന്തൊക്കെ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ പ്രസ്റ്റീജ് അല്ലെ? പ്രസ്റ്റീജ് എന്താണ്? പ്രസ്റ്റീജ് പ്രസ്റ്റീജ് ഫീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രസ്റ്റീജ്. യെസ്, പ്രസ്റ്റീജ്. അഭിമാനം, അന്തസ്സ്. യെസ് യെസ്, അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾക്ക് എന്താണ് ഒരു സൊസൈറ്റിയിൽ ഒരു മുൻഗണന, അല്ലെങ്കിൽ റെസ്പെക്ട് കൊടുക്കാലോ? റെസ്പെക്ട് കൊടുക്കുക, പ്രസ്റ്റീജ് കൊടുക്കുക. അതൊക്കെ എന്ത് വരുന്നതാണ്? എസ്റ്റീം നീഡ്സിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ. അവസാനത്തതാണ് എന്താ? സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് എന്ന് വെച്ചാൽ സെൽഫ് ഫുൾഫിൽമെന്റ് നീഡ്സ് ആണ് കേട്ടോ. അതായത് ജീവിതത്തിന്റെ ഏറ്റവും അവസാന ഘട്ടത്തില് എന്താണ് ആവശ്യങ്ങൾ നിറവേറ്റി കഴിയുമ്പോൾ സെൽഫ് ഫുൾഫിൽ നീഡ്സ് നമ്മുടെ ഹെഡിങ് കൊടുത്തോളൂ. അതിന്റെ സൈഡിൽ തന്നെ എഴുതി വെച്ചോളൂ കേട്ടോ. സെൽഫ് ഫുൾഫിൽമെന്റ് നീഡ്സ്. സെൽഫ് ഫുൾഫിൽമെന്റ്. സെൽഫ് ഫുൾഫിൽമെന്റ് നീഡ്സ്. എന്താണ് അപ്പോൾ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് എന്ന് പറഞ്ഞാല്? എല്ലാ ആഗ്രഹവും കഴിഞ്ഞിട്ട് അന്ത്യാഭിലാഷം ഒക്കെ കഴിഞ്ഞിട്ടുള്ള എല്ലാം കഴിഞ്ഞിട്ടുള്ളത് അല്ലേ? നമ്മൾ ആഗ്രഹത്തിലേക്ക് എത്തിച്ചേരുന്നത്. അതായത് അച്ചീവിങ് വൺസ്. നോട്ട് ചെയ്യുക, അച്ചീവിങ് വൺസ്. അച്ചീവിങ് വൺസ്, ONE'. അച്ചീവിങ് വൺസ്. ഫുൾ പൊട്ടൻഷ്യൽ. Full potential, comma, full potential, including creative activities. Including creative activities. Including creative activities. ഒരാളുടെ പൂർണ്ണമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും നിറവേറ്റിയതിനു ശേഷം എന്താണ് അവൻ ഫുൾഫിൽ ചെയ്യണ ലൈഫിൽ അവന്റെ കാര്യങ്ങൾ, അവന്റെ ആവശ്യങ്ങൾ നിറവേറ്റിയതിനു ശേഷം എന്താണ് അവസാനം ഫൈനലി നീഡ്സ് ആയിട്ട് വരുന്ന എന്താണ് അവന്റെ എന്ത് ഫുൾഫിൽ ചെയ്യാന്നാണ് പറയുന്നത്? അച്ചീവിങ് വൺസ് ഫുൾ പൊട്ടൻഷ്യൽ. ഫുൾ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളുടെ ഫുൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ്? അവരുടെ ആഗ്രഹം അതൊക്കെ വരുമോ മിസ്സേ? ആഗ്രഹങ്ങളും എന്താണ് സ്വപ്നങ്ങളും. അവർക്ക് എന്താണോ ആഗ്രഹം, അങ്ങനെ എന്ത് അച്ചീവ് ചെയ്യാനോ? അച്ചീവ്മെന്റ്. യെസ്, വെരി ഗുഡ്.
അച്ചീവ് ചെയ്യാന്നല്ലേ, അവസാനം അച്ചീവ് ഒരു നേട്ടത്തിന്റെ ആ ഒരു പൊസിഷനിലേക്ക് നമ്മൾ ചെയ്യുന്നതല്ലേ. നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് ഓരോ ആവശ്യങ്ങളിലേക്ക് അവസാനം എത്തിപ്പെടുന്നത്. അതായത് എല്ലാം ഫുൾഫിൽ ചെയ്തതിനു ശേഷം അവസാനം സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സിൽ എത്തിച്ചേരുന്നത്. അതായത് സെൽഫ് നീഡ്സ്, എല്ലാ ആഗ്രഹങ്ങളും എല്ലാ ആവശ്യങ്ങളും നമ്മൾ നിറവേറ്റി കഴിഞ്ഞു. ആ ഒരു പൊട്ടൻഷ്യൽ ലെവലിലുള്ള എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റി. ഓക്കെ, യാഥാർത്ഥ്യമാക്കുക എന്ന് പറയാം അല്ലേ ടീച്ചർ? യാഥാർത്ഥ്യമാക്കാൻ അല്ലേ? അതെ. അപ്പോ നമ്മൾ പഠിക്കുമ്പോ എങ്ങനെയാണ് പഠിക്കേണ്ടത്? ഈ തിയറിയുടെ പേരുകൾ ഓരോന്നും ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം, ഒന്ന് കേൾക്ക് കേട്ടോ. അപ്പൊ ഇത് താഴെ നിന്ന് മുകളിലേക്കാണ് അല്ലെ, അത് നമ്മുടെ ആവശ്യപ്പെട്ട ശ്രേണി, ഹയറാർക്കി ഓഫ് നീഡ്സ് പോയിരിക്കുന്നത് താഴെ നിന്ന് മുകളിലേക്കാണ്. ഫിസിയോളജിക്കൽ നീഡ്സ്, സേഫ്റ്റി നീഡ്സ്, ബിലോങ്നെസ് ആൻഡ് ലവ് നീഡ്സ്, എസ്റ്റീം നീഡ്സ് ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. നമ്മൾ അങ്ങനെ പഠിച്ചാൽ മതി. ഓക്കെ, ഇങ്ങനെയാണ് ഫിസിയോളജിക്കൽ നീഡ്സ്. നീഡ്സുള്ള പേര് മാത്രം ഓർത്ത് വെക്കുക കേട്ടോ. ഇത് എക്സാമിന് ഇതിനെ തെറ്റിച്ച് തരും, ഓരോന്ന് തെറ്റിച്ച് ഇത് ഓരോ ഓർഡറിൽ തന്നെ പഠിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകരുത്. എല്ലാരും ഓർഡറിലാണ്, താഴെ നിന്ന് മുകളിലേക്ക് ഓർഡറിലാണ്. ഇതൊക്കെയാണ് അപ്പോ ഫിസിയോളജിക്കൽ നീഡ്സ്, സേഫ്റ്റി നീഡ്സ്, ലവ് ആൻഡ് ബിലോങ്നെസ് നീഡ്സ്, എസ്റ്റീം നീഡ്സ് ആൻഡ് ലാസ്റ്റ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. ഓക്കെ, ഒന്നുകൂടി പറയൂ ടീച്ചറെ. എന്നൊരു മലയാളത്തിൽ പറഞ്ഞു തരാം, അതൊക്കെ എഴുതിയാൽ മതി. ഭൗതികപരമായിട്ടുള്ള ആവശ്യങ്ങള്, സുരക്ഷയുമായിട്ടുള്ള ആവശ്യങ്ങള്, സ്നേഹിക്കപ്പെടാനുള്ള ആവശ്യങ്ങള്, പിന്നെ എന്താണ് എസ്റ്റീം നീഡ്സ് എന്താണെന്ന് പറഞ്ഞത് നമ്മള്? എസ്റ്റീം നമ്മളൊരു മലയാളം പറഞ്ഞല്ലോ, അഭിമാനം. എന്തോ? സ്വാഭിമാനം. സ്വാഭിമാനം ആണോ? പ്രസ്റ്റീജ്, റെസ്പെക്ട് ഒക്കെ ഉണ്ടാവണല്ലോ അല്ലെ? ഓക്കെ, ദെൻ ആത്മസാക്ഷാത്കാരം, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. മിസ്സേ ഇതിന്റെ ഇംഗ്ലീഷ് ഒന്ന് പറയോ? ഇംഗ്ലീഷ് ഫിസിയോളജിക്കൽ നീഡ്സ്, സെക്യൂരിറ്റി നീഡ്സ്, സേഫ്റ്റി നീഡ്സ്, ലവ് ആൻഡ് ബിലോങ്നെസ് നീഡ്സ്, എസ്റ്റീം നീഡ്സ്. എസ്റ്റീം നീഡ്സിലാണ് നമുക്ക് റെസ്പെക്ട്, പ്രസ്റ്റീജ്, കറേജസ് ഒക്കെ വരുന്ന ഏതിലാണ്? എസ്റ്റീം നീഡ്സിലാണ് കേട്ടോ. Then self actualization needs. നാലാമത്തെ നീഡ്സ് ഒന്ന് കറക്റ്റ് സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞല്ലോ ടീച്ചർ, എനിക്ക് മനസ്സിലായിട്ടില്ല. esteem, ESTEAM, esteem ഇവിടെ കിടപ്പുണ്ടല്ലോ, esteem തന്നെ. മിസ് അതൊന്നും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമോ? എസ്റ്റീം നീഡ്സ്. esteem നമുക്ക് തിയറി പഠിച്ചു കഴിഞ്ഞിട്ടില്ല, ഞാൻ ഇൻട്രൊഡക്ഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. തിയറി കിടക്കുവാണ് പറഞ്ഞു തരാൻ കേട്ടോ. എക്സ്ട്രീം നീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞത്? എസ്റ്റീം എന്ന് വെച്ചാൽ സെൽഫ് റെസ്പെക്ട്, നമ്മുടെ സെൽഫ് റെസ്പെക്റ്റുകള്, പ്രസ്റ്റീജ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് എസ്റ്റീം നീഡ്സിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, ഞാൻ ഹൈറാർക്കി ഓർഡർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, തിയറി പറഞ്ഞിട്ടില്ല കേട്ടോ. കോൺസെപ്റ്റ് സ്വയം ബഹുമാനിക്കുക എന്നാണോ? എന്താണ് സ്വയം ബഹുമാനിക്കുക? അഭിമാനിക്കുക, അഭിമാനം, അതാണ് റെസ്പെക്ട്, കറേജ്, പ്രസ്റ്റീജ് എന്നൊക്കെ പറയുന്നത്. എന്താണ് ഒരാളിൽ ഉണ്ടാവുന്ന, അതായത് നമുക്ക് വിലമതിക്കാൻ കഴിയാത്ത നമ്മളുടെ ആ ഒരു പൊസിഷൻസ്, നമ്മൾക്ക് സമൂഹത്തിൽ ഒരു നിലയും ഉണ്ടാവുന്നൊക്കെ പറയില്ലേ, അതാണ് എസ്റ്റീം നീഡ്സിൽ വരുന്നത്. ഓക്കെ, മറ്റുള്ളവരാൽ നമ്മൾ അംഗീകരിക്കപ്പെടണം, ഒരു പൊസിഷനിൽ നമ്മൾക്ക് മറ്റുള്ളവർക്ക് നമ്മളോട് റെസ്പെക്ട് തോന്നുന്ന ആ ഒരു സമയം, അതൊക്കെ നമ്മളുടെ ആവശ്യങ്ങളാണ് കേട്ടോ. അത് എസ്റ്റീം നീഡ്സിലാണ് ഉൾപ്പെടുന്നത്. പേരുകൾ മാത്രം പഠിപ്പിച്ചാൽ മതി. ഫൈനൽ സ്റ്റേജില്ലേ സെൽഫ് ആക്ച്വൽ, അതിന് വേറൊരു പേര് പറഞ്ഞില്ലേ ടീച്ചർ? സാക്ഷാത്കാരം, അല്ല ഇംഗ്ലീഷിൽ തന്നെ വേറൊരു പേര് പറഞ്ഞില്ലേ? സെൽഫ് ഫുൾഫിൽമെന്റ് നീഡ്, സെൽഫ് ഫുൾഫിൽമെന്റ് നീഡ്സ്. പേരുകൾ മാത്രം പഠിച്ചു വെക്കുക കേട്ടോ. ബാക്കി നമുക്ക് എങ്ങനെ വൺ വേർഡിൽ ചോദിക്കുക? വൺ വേർഡിൽ ചോദിക്കും. വിച്ച് ഈസ് ദ തേർഡ് നീഡ്, അങ്ങനെ ചോദിക്കോ? നോക്കോ, അബ്രഹാം മാസ്ലോയുടെ തിയറിയിലെ മൂന്നാമത്തെ നീഡ്സ് ഏതാണ് ചോദിക്കും. തേർഡ് പൊസിഷനിലുള്ള നീഡ് ഏതാണ്, അല്ലെങ്കിൽ അവസാന പൊസിഷനിലുള്ള നീഡ് ഏതാണ്, അങ്ങനെ എനിക്കായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അല്ലെങ്കിൽ എസ്റ്റീം നീഡ്സിന്റെ താഴെ ഏത് നീഡാണ് ഉൾപ്പെടുന്നത് കേട്ടോ, അങ്ങനെയൊക്കെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. മനസ്സിലായോ? ഈ ഒരു വ്യക്തിന്റെ മാത്രമേ നീഡ്സ് ഉള്ളൂ, അത് വേറെ വ്യക്തികളുടെ ഒക്കെ ഉണ്ടോ? ഉണ്ട്. ഹെൻറി മുറയുടെ നീഡ്സിനെ പറ്റി പറയുന്നുണ്ട്, പക്ഷെ നമുക്ക് പഠിക്കാനുള്ള വലിയ ഇത് മാത്രമേ. ഓക്കെ, ആരാണ് വ്യക്തി? അബ്രഹാം
അബ്രഹാം മാസ്ലോ പറഞ്ഞു തരാടോ, നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു തരാം. ഞാൻ സ്റ്റെപ്പ് മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ കേട്ടോ. കോൺസെപ്റ്റ് ഇത് ഇത്രയുണ്ട് പറയാനായിട്ട്. ഓക്കെ മിസ്സേ, ഒന്നല്ല, ഞങ്ങൾക്ക് പേടിയാണേ, അതുകൊണ്ടാ. എനിക്കിനി പേടിക്കണേ? എന്തിനാ പേടിക്കണേ? എക്സാം ആയതുകൊണ്ട്. ഒരു പേടിയൊന്നും. ഓക്കെ, ലെഫ്റ്റ് ആയിക്കോളൂ. താങ്ക് യു.